ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. അതപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള 6 സിനിമകളുടെ അതോടൊപ്പം OTT റൈറ്റ്സ് സ്വന്തമാക്കി 4 സിനിമയുടെ അങ്ങനെ ടോട്ടൽ 10 സിനിമകളുടെ OTT റിലീസ് ഡേറ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ്, അതായത് OTT വഴി കാണാൻ വേണ്ടി നടികർ, അതോടൊപ്പം തന്നെ മലയാളി ഫ്രം ഇന്ത്യ, അതോടൊപ്പം തന്നെ ഹിക്കുറ്റ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമ, ഗുരുവായൂർ അമ്പലനടയിൽ മന്ദാകിനി, ടർബോ, ആടുജീവിതം തുടങ്ങിയ വമ്പൻ സിനിമകളുടെ എല്ലാം തന്നെ OTT റിലീസിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള ഒന്നാമത്തെ ചിത്രം ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെത്തി 2024 തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായ നടികർ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ടൊവിനോ തോമസിനൊപ്പം തന്നെ വലിയൊരു താരനിര അണിനിരുന്ന ചിത്രമായിരുന്നു ബാബുന, അതോടൊപ്പം തന്നെ സൗബിൻ ഷാഹിർ, സുരേഷ് കൃഷ്ണ, ബാലു വർഗീസ്, അങ്ങനെ മലയാളത്തിലെ യുവതാരങ്ങളെല്ലാം തന്നെ അണിനിരത്തി ഒരുക്കിയ ചിത്രം എന്നാൽ മലയാള സിനിമകളുടെ എക്കാലത്തും വലിയൊരു പരാജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ലാൽ ജൂനിയർ ആയിരുന്നു ചിത്രം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കാൻ നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് ഈ വരുന്ന ജൂൺ മാസം 27 അതായത് നാളെ മിഡ് നൈറ്റോടുകൂടി തന്നെ നെറ്റ്ഫ്ലിക്സ് വഴി നടികർ എന്ന് പറയുന്ന സിനിമ സ്ട്രീം ചെയ്തായിരിക്കും. മലയാളത്തിന് പുറമെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലൂടെയായിട്ട് നമുക്ക് ഈ സിനിമ ആസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള OTT അപ്ഡേറ്റ്സ് എന്ന് നോക്കുകയാണെങ്കിൽ നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടേതാണ്. ചിത്രത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജനഗണമന എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഡിജോ ജോസ് ആന്റണി തിരക്കഥ എഴുതി അത് ജനഗണമന എന്ന് പറയുന്ന സിനിമയുടെ റൈറ്ററായ ഷാരിഫ് തിരക്കഥ എഴുതിയ ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ. ഒരുപാട് പ്രതീക്ഷകളോടെയായിട്ട് എത്തിയ ചിത്രം തിയേറ്ററുകളിൽ ഒരു ഭേദപ്പെട്ട വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് ചിത്രത്തിൽ നിവിനൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ, സന്ധി കൃഷ്ണ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ട് വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയ സോണി ലൈവ് ആണ്. സോണി ലൈവ് വഴി നമുക്ക് ഈ വരുന്ന ജൂലൈ മാസം 5 ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഈ സിനിമ കാണാൻ കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക. മൂന്നാമത്തെ ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ കഴിഞ്ഞ വർഷം റിലീസിനെത്തിയ ധ്യാൻ ശ്രീനിവാസൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ ഹിക്കുറ്റ എന്ന് പറയുന്ന സിനിമ ാണ്. ഹേമന്ത് ജി നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വലിയൊരു പരാജയമായിട്ട് മാറിയിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റിലീസ് വളരെ നാളുകൾ നീണ്ടുപോയിട്ടാണ് ഇപ്പൊ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. സൈനപ്ലേ ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. സൈനപ്ലേ വഴി നമുക്ക് ഇവരെ ജൂൺ മാസം 28 അതായത് വെള്ളിയാഴ്ച മിഡ് നൈറ്റോടുകൂടി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഹിക്കുറ്റ എന്ന് പറയുന്ന മലയാള സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക. അടുത്ത നാലാമത്തെ ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലനട എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിൻ്റെതാണ്. അതായത് ബേസിൽ ജോസഫ്, അതോടൊപ്പം നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമെടുത്തി ഈ വർഷത്തെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ. ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസ് ഡയറക്ട് ചെയ്ത ചിത്രവും കൂടി എന്ന പ്രത്യേകത ഗുരുവായൂർ അമ്പലനടയ്ക്കുണ്ടായിരുന്നു. ചിത്രത്തെ നായികമാരായിട്ട് വന്നിട്ടുണ്ടായത് അനശ്വര രാജനും നിഖില വിമലുമായിരുന്നു. എന്തൊക്കെയുള്ള ഈ ഒരു വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ ചിത്രത്തിന് OTT റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ഹോട്ട്സ്റ്റാർ ഈ വരുന്ന ജൂൺ മാസം 27 അതായത് നാളെ മിഡ്നൈറ്റോടുകൂടി ഈ സിനിമ സ്ട്രീം ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന മലയാള സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക. അടുത്ത ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള മറ്റൊരു സിനിമയെ നോക്കുകയാണെങ്കിൽ ഒരു തമിഴ് ചിത്രമാണ്. സൂരി കേന്ദ്ര കഥാപാത്രത്തിൽ ഗരുഡൻ എന്ന് പറയുന്ന സിനിമയാണ്. സൂര്യക്കൊപ്പം തന്നെ മലയാളത്തിലെ പ്രിയതാരം ഉണ്ണിമുതലും ശശികുമാറും ശിവദയും കേന്ദ്ര കഥാപാത്രത്തിൽ ഈ സിനിമ ഇടയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുണ്ടെന്ന് വെട്രിമാരായിരുന്നു. ദുരൈ സെന്തിൽകുമാറാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈം വീഡിയോസ് ആയിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് വഴി നമുക്ക് ഈ വരുന്ന ജൂൺ മാസം 28 ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക. അടുത്ത ഒരു ഡേറ്റ് കൺഫേംഡ് അല്ലാതെ അതായത് OTT റൈറ്റ്സ് കൺഫേംഡ് ആയിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ മന്ദാകിനി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം. അനാർക്കലി മരക്കാറ്, അൽതാഫ് സലീം തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വിനോദ് ലീല ഡയറക്ട് ചെയ്ത ഈ ഒരു വർഷത്തെ മറ്റൊരു ഹിറ്റ് ചിത്രമാണ് മന്ദാകിനി എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മനോരമ മാക്സ് വഴി നമുക്ക് ഈ വരുന്ന ജൂലൈ മാസം തന്നെ ഈ സിനിമ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഡേറ്റ് ഇതുവരെ കൺഫേംഡ് ആക്കിയിട്ടാണ്. അടുത്ത ഡേറ്റ് കൺഫേംഡ് ആയിട്ടില്ലാത്ത മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമെത്തിയ ടർബോ എന്ന് പറയുന്ന സിനിമയുടേതാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കാൻ സോണി ലൈവ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സോണി ലൈവ് വഴി നമുക്ക് ഈ വരുന്ന ജൂലൈ മാസം തന്നെ ഈ സിനിമ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് വളരെയധികം സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രമാണ് ടർബോ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയാണ്. 70 കോടിക്ക് മുകളിൽ കളക്ട് ചിത്രം ഈ ഒരു വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു.
അടുത്ത ഡേറ്റ് കൺഫേംഡ് അല്ലാത്ത മറ്റൊരു OTT അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയാണ്. പൃഥ്വിരാജ് സുകുമാരന്റെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ബ്ലസ്സി അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഈ സിനിമയുടെ OTT റിലീസിന് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കാൻ. തിയേറ്ററിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 150 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറിയപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോസ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി ജൂലൈ മാസത്തിന് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുത്ത ഡേറ്റ് കൺഫേംഡ് അല്ലാത്ത മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ ഹിറ്റ് ചിത്രമായ തലവൻ എന്ന് പറയുന്ന ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രമാണ്. എന്തൊക്കെയാണ് ജിസ് ജോജി അണിയിച്ചൊരുക്കിയ ഈ ഒരു ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും മികച്ച ഒരു ചിത്രം, അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ഒരു ഹിറ്റ് ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. വളരെയധികം സിനിമാ പ്രേമികളാണ് ഈ സിനിമയുടെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ സോണി ലൈവ് ആണെന്നാണ് പറയാൻ സാധിക്കുക. സോണി ലൈവ് എന്നാണ് ഈ സിനിമയെ സ്ട്രീം ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ജൂലൈ മാസം തന്നെ ഈ സിനിമയെ സ്ട്രീം ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ആദ്യ ആഴ്ചകളിലായിട്ട് ഒരുപക്ഷെ സോണി ലൈവ് ഈ ഒരു സിനിമയെ സ്ട്രീം ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രങ്ങളുടെ OTT റിലീസ് സംബന്ധിച്ച് അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതായിരിക്കും. ആ ഒരു അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നമ്മൾ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും പുതിയ ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള OTT അപ്ഡേറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങൾ ഏത് സിനിമയുടെ OTT റിലീസിന് വേണ്ടിയാണ് കൂടുതൽ കാത്തിരിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.